അങ്ങനെ എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതാ എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റിൻ്റെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൊണ്ട് എക്സാമിന് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. 4ാം ഘട്ടമായിരുന്നു. അത്യാവശ്യം എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു എക്സാം തന്നെയായിരുന്നു. ഞാൻ നന്നായിട്ട് റിവിഷൻ ചെയ്തു. റിവിഷൻ ചെയ്ത ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും, റിവിഷൻ എവിടെ കുറഞ്ഞു പോയോ അവിടെ ഞാൻ നന്നായിട്ട് സ്റ്റക്കായും പോയി. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ നന്നായിട്ട് സ്റ്റക്കായി പോയ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫെയർ സെക്ഷനിലായിരുന്നു. സമയത്ത് ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തു, അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി. കാരണം കറണ്ട് അഫെയർ ഭാഗം വന്നപ്പോൾ കറണ്ട് അഫെയർ എനിക്ക് അത്രയ്ക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പറ്റാത്തതിൻ്റെ കാരണം, അതായത് കറണ്ട് അഫെയർ സെക്ഷൻ്റെ റിവിഷൻ എനിക്ക് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് നല്ലോണം ഈ പരീക്ഷയ്ക്ക് വന്നു. ഒരു 15 മാർക്കും കൂടി എനിക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കാരണം റിവിഷൻ മേഖല സ്റ്റോപ്പ് ചെയ്തപ്പോൾ, അതായത് റിവിഷൻ മേഖല നന്നായിട്ട് പോയതൊക്കെ ഞാൻ ജസ്റ്റ് വിത്തിൻ സെക്കൻഡുകൾക്കകം എന്ത് ചെയ്തു, കറപ്പിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. ഫസ്റ്റ് ഗ്രേഡിനുള്ള ഈ ബുക്കാണ് ഞാൻ ലാസ്റ്റ് ഫുള്ളും റിവിഷൻ ചെയ്യാനായിട്ട് എടുത്തത്. ഈ ഒരു ബുക്കാണ് കേട്ടോ. ഈ ബുക്കും എടുത്തു, ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ബുക്കും എടുത്തു. അപ്പോൾ അതെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഭരണഘടനയായിരുന്നാലും എന്തോ തന്നെ ആയിരുന്നാലും പഠിച്ചതും റെഫർ ചെയ്ത ബുക്കിൽ നിന്നൊക്കെ തന്നെയാണ് വന്നത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കറണ്ട് അഫെയർ ഞാൻ നല്ല ബാക്കിലേക്കായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഞാൻ ഫസ്റ്റ് നോക്കിയിട്ടേ ഇല്ലായിരുന്നു. ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് മിനിസ്ട്രി ചോദിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ നമ്മുടെ മന്ത്രിമാരും വകുപ്പുകളും എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചത്. അതുവരെ അത് ചോദിക്കില്ല എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതുപോലെ നമ്മൾ മറ്റേ പുതിയ പാർട്ടിയെക്കുറിച്ചുള്ളതും ചോദിക്കുമെന്നോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 22-ാം തീയതി എക്സാം ഉള്ളവർ സത്യം പറഞ്ഞാൽ ഓഗസ്റ്റും കൂടിയുള്ള കറണ്ട് അഫെയർ ഒന്ന് റെഫർ ചെയ്തത് നല്ലതായിരിക്കും. ഞാൻ ഒരു 2-3 മാസം മുമ്പ് വരെ കറണ്ട് അഫെയർ നോക്കിയിട്ട് അങ്ങ് നിർത്തും. അതൊന്നും എക്സാമിന് കാണില്ലല്ലോ എന്ന് പ്രതീക്ഷയോടെ അതൊക്കെ അങ്ങ് നിർത്തി വയ്ക്കുന്ന ഒരു ശീലക്കാരിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ളതുകൊണ്ട് മിനിസ്ട്രിയൊക്കെ നോക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു 15 മാർക്കും കൂടി കുറേ കൂടെ റിവിഷന് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ ഒരു 15 മാർക്ക് എക്സ്ട്രാ എനിക്ക് ഡൗട്ടില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ച് പറയുന്നത് വെച്ചാൽ 75ആണ്. 75-ന് പുറത്ത് വരുമെന്നാണ്. അപ്പോൾ ഞാൻ 75-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 80 എത്തിയിട്ടില്ല. അപ്പോൾ അതിലൊക്കെ കട്ട് ഓഫും കുറവും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് എന്നറിയില്ല. എന്താണെന്നാലും ഞാൻ മെയിൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. LDCക്കുള്ള സിലബസ് തന്നെയാണല്ലോ. LDCക്കും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. 2027 LDC വരുവാണല്ലോ. അപ്പോൾ അതിനേക്കായിട്ടുള്ള തയ്യാറെടുപ്പാവാം. പിന്നെ കിട്ടിയാൽ സന്തോഷം തന്നെയാണ്. കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അടുത്ത ഇത് നോക്കാമെന്നുള്ളതാണ്. പക്ഷേ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് റിവിഷൻ തന്നെ ചെയ്യുക. നമ്മുടെ മാത്സ് ജെറിൻ സാർ പഠിപ്പിച്ചതിനപ്പുറം ഒന്നും ചോദിച്ചിട്ടില്ല. മാത്സ് നന്നായിട്ട് റിവിഷൻ നമ്മൾ ചെയ്തൊരു എത്ര വട്ടം നമ്മൾ ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മാരത്തോണും ഫൈനൽ റിവിഷനും ഒക്കെ ഫസ്റ്റും 1ാം ഘട്ടവും 2ാം ഘട്ടവും നമുക്ക് ഇന്നലെയൊക്കെ കിട്ടിയതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സാർ തന്ന നമ്പർ വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്സ് നല്ലോണം ഞാൻ റിവിഷൻ ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫെയർ നോക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കറണ്ട് അഫെയർ നോക്കുന്നതിൽ കുറച്ച് വീഴ്ച ഞാൻ വരുത്തി. നല്ല റിവിഷൻ ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല. അതുമല്ല ഈ അടുത്തായിട്ടുള്ള സംഭവങ്ങളും നോക്കിയിട്ടില്ലായിരുന്നു. അതൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ്, ഓഗസ്റ്റിൽ എക്സാം പ്രിപ്പറേഷൻ നടത്തുന്നവർ തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിക്ക് നോക്കുക, റിവിഷൻ ചെയ്യുക, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പിന്നെ കറണ്ട് അഫെയർ ഓഗസ്റ്റ് വരെ ഒരു ഫസ്റ്റ് വീക്ക് വരെ ഉള്ളതൊക്കെ നന്നായിട്ട് നോക്കുക. ഏത് കാര്യവും നല്ല രീതിക്ക് നോക്കുക. അവർക്ക് നന്നായിട്ട് 85+ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 80 മാർക്കിന് മുകളിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. നല്ല രീതിക്ക് പറ്റും. അപ്പോൾ ഒരു തരത്തിലുള്ള ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ റിവിഷൻ കുറഞ്ഞു പോയെടുത്താണ് എനിക്ക് ഡൗട്ടൊക്കെ വന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഡൗട്ടും ഒരു ക്വസ്റ്റ്യനും വരാത്ത തരത്തിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. പുതിയതായിട്ട് കറണ്ട് അഫെയർ മാത്രം പഠിച്ചിട്ട് മാത്സ് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. മാത്സിൽ ട്രിക്ക് ടേണിൽ ഇതുവരെ തന്നിട്ടുള്ള റിവിഷൻ നന്നായിട്ട് ഫോളോ ചെയ്താൽ മതി. അതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കില്ല. നന്നായിട്ട് എഴുതാൻ പറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ഓഗസ്റ്റ് 22-നുള്ള ഒരു കുറച്ച് ലക്കി കൂടുതലാണ് അവർക്ക്. കാരണം കുറച്ചും കൂടി സമയം കിട്ടി. ഈ 3 ഘട്ട ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ 80+ മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും അവർക്ക് പറ്റും. ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ തന്നെയായിരുന്നു. കുഴപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് വെച്ചാൽ റിവിഷൻ്റെ കുഴപ്പമാണ്.
ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റിവിഷൻ ചെയ്ത പോർഷൻസ് ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ടും മടി കൂടി കുറച്ച് റിവിഷൻസിലെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എനിക്കത് കൺഫ്യൂഷൻ ആവുകയും ചെയ്തു. 50-50 ചാൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നാലും ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങ് ഞാൻ വർക്കൗട്ട് ചെയ്ത് എൻ്റെ മാർക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയില്ല. എനിക്കൊരു 60 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കറിയായിരുന്നു അതിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 60-65 വരെ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അങ്ങോട്ട് എന്താണെന്നാലും ലിസ്റ്റിൽ വരാനായിട്ട് എനിക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വിട്ടില്ല. ഒരു 80 ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫെയർ അത് നന്നായിട്ട് കുറേ ബാക്കിലേക്ക് നോക്കി. പക്ഷേ ഇങ്ങോട്ടൊക്കെയുള്ള നമ്മൾ അടുപ്പിച്ചുള്ള മാസത്തിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം വരെ ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതൊന്നും വിട്ടുകളയാതെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 85ഓളം സ്കോർ ചെയ്യാൻ അതിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് റിവിഷൻ നന്നായിട്ട് മോർണിംഗിലൊക്കെ നന്നായിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. മാത്സ് ഒരു ദിവസം ഒരു ക്ലാസ് കേട്ട് റിവിഷൻ നടത്തുക. നന്നായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കറണ്ട് അഫെയർ വിട്ടുപോരുത്. ഓഗസ്റ്റ് ആദ്യ വീക്ക് ഉൾപ്പെടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് ബെറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഓഗസ്റ്റിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.